കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദേനെ വാവച്ചൻ കോൾ ചെയ്യാണ്. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദമോളെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറയും. എന്താ വാവച്ചേട്ടാ? എന്താണെങ്കിലും പറഞ്ഞു. മോളൊന്ന് സൂക്ഷിക്കണം എന്നല്ലാന്ന് പറയാ. എന്താ വാവച്ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൽക്കും. ഇന്നലെ ബാലാജി ഇവിടെ വലിയ ഷോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് മോളെ കുറിച്ച് പറഞ്ഞിട്ടാ ഇപ്പൊ അവന്റെ ടാർജറ്റ് മോളാന്ന് പറയാണ്. ഞാനോ? അതെന്തിനാ? അല്ല, മോൾ അവനുമായിട്ടൊന്ന് ഏറ്റുമുട്ടിയായിരുന്നല്ലോ മുമ്പ്. അത് മാത്രമല്ല, ഗാഥയുടെ പ്രശ്നം, ഗാഥനെ രക്ഷിക്കാനായിട്ട് മോളാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ആ ഒരു പ്രശ്നത്തിന്റെ പേരില അവനോട് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിട്ടാ പോയത്, മോളെ ഇല്ലാതാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് മോളിനെ സൂക്ഷിക്കണം, പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ടെന്ന് പറയണം. ഇതൊക്കെ വരാൻ നടക്കാൻ പോകുന്ന കാര്യമാണോ വാവച്ചേട്ടാന്ന് പറയണം. ദേ, അങ്ങനെയൊക്കെ മോൾക്ക് തോന്നും, പക്ഷെ അതൊന്നുമല്ല, അവനെക്കുറിച്ച് മോൾക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അതുകൊണ്ട് ഇനിയിപ്പോ ഇറങ്ങുവാണെങ്കിൽ തന്നെ വീട്ടിൽ ആരോടെല്ലാം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരോട് മാത്രം മോള് പുറത്തിറങ്ങാവുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വാവച്ചൻ കോള് വെക്കുക. ഇത്രയും മതി, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അവള് തന്നെ നോക്കിക്കോളും. അവള് വാശിയുള്ള പെണ്ണ. ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന കണ്ടറിയാം. പിന്നീട് കാണിക്കുന്ന നന്ദ കോളേജിലേക്ക് പോയിരുന്നു. പോകുന്ന വഴിക്ക് മിഥുനെ വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട്, മിഥുനെ നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ ചെമ്മമ്മേട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം ഓക്കെ, ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അതേ, ഇന്ന് രാവിലെ എന്നെ വാവച്ചൻ വിളിച്ചായിരുന്നു പറയാം. അല്ല, എന്തിനാ വിളിച്ചേ? എന്നെ തട്ടിക്കൊണ്ടു പോകുന്നു ആ ബാലാജി, തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കുന്നു അവന്റെ ഭീഷണിയാന്നും പറഞ്ഞുകൊണ്ട് രാവിലെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാ. അതും ഈ എന്നെ. ഇത് കേട്ട മിഥുനൊന്നും ഞെട്ടി. നന്ദേ, നീ എന്താ ഇത് ഒരു സീരിയസ് ആയിട്ട് എടുക്കാതെ തമാശയായിട്ടാണ് നീ എടുക്കണേന്ന് ചോദിക്കണം. അല്ല പിന്നെ, അത് എന്നെ പോലെ ഒരു പെണ്ണെ തട്ടിക്കൊണ്ടുപോകാൻ അവന് പറ്റുമോ? അവൻ വെറും പേടിത്തൊണ്ടനാന്നേ. അല്ലെങ്കിൽ 2 പ്രാവശ്യം അവന്റെ കർണത്തിനിട്ടടിച്ചു. എന്നിട്ട് അവൻ എന്നെ ഒന്നും ചെയ്തില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ ആ ഒരു പേടിത്തൊണ്ടനാന്ന്. പിന്നെ അവൻ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നേ. അതെനിക്ക് ഒരു പേടിയില്ല. പോരാത്തന് ACPയുടെ ഭാര്യയല്ലേ ഞാന്. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ അവനൊന്നും മടിക്കൂന്ന് പറയണം. മിഥുന് പേടിയെ. മിഥുൻ പറഞ്ഞു, നന്ദേ സൂക്ഷിക്കണം കേട്ടോ. അവൻ അങ്ങനെ ഇരുന്നാലും അവൻ കൊടും ക്രിമിനലാ. അവൻ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഈ നന്ദയോട് അവന്റെ ഒരു കളിയും നടക്കുമല്ലോ മിഥുനെ. നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ നിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറയണം. ഇങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ചിട്ട് നന്ദ നടക്കുവാണ്. നടക്കുന്ന സമയത്താണ് ഒരു വാൻ വന്ന് നിൽക്കുന്നത്. ആ വാനിനകത്തും കുറെ ഗുണ്ടകൾ ചാടി ഇറങ്ങിയിട്ട് നന്ദേനെ പിടിച്ച് അങ്ങോട്ട് കയറ്റുക. നന്ദ ചോദിച്ചു, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഉത്തരം കിട്ടിയില്ല. അപ്പൊ തന്നെ നന്ദനെ അങ്ങ് ബോധം കെടുത്തോ ചെയ്യുന്നേ. അതിനുശേഷം നന്ദനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇട്ടേക്കുവാണ്. കൈയും കാലും എല്ലാം ബന്ധിച്ച് മുഖത്ത് പ്ലാസ്റ്റർ, അതായത് വായൊക്കെ മൂടിക്കെട്ടി പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചേക്കുവാണ്. നന്ദയ്ക്ക് ബോധമില്ലാത്തതുകൊണ്ടൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവന്മാര് പുറത്തിറങ്ങിയിട്ട് ഒരു കാറെ കുറെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവന്മാര് നേരെ വിളിക്കുന്ന വാവച്ചനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. വാവച്ചൻ എങ്ങനെയായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ സാറെന്ന് പറയാണ്. അല്ല, പണികളൊന്നും പാടില്ല, ഒന്നും പാടില്ല. എന്തേ, മുറി മൊത്തം ഞങ്ങള് എയർ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ മുറിക്കകത്തേക്ക് ഈ വിഷവാതം, കാറിനകത്തു നിന്നുള്ള വിഷവാതകം അങ്ങോട്ട് കയറ്റിവിടും. അപ്പൊ അതിനുള്ള പൈപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വിഷവാതകം ഉള്ളിൽ ചെന്ന് ഒരു 1-2 മിനിറ്റ്, അതിനുള്ളിൽ തന്നെ അവളുടെ കാര്യത്തിന് തീരുമാനമാവും. കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേ വേണ്ടു. പുറത്ത് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പം ആ കാറിനകത്തു നിന്നുള്ള വിഷവാതകം നേരെ ഉള്ളിലേക്ക് ചെന്നോളൂ. എയർ ടൈറ്റ് ആയതുകൊണ്ട് പിന്നെ അവള് ശ്വാസം മുട്ടി അവിടെ കിടന്ന് പെടയും. ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയാതെ അവള് ഇതോടുകൂടി അവളുടെ കാര്യത്തിന് തീരുമാനമാവെന്നറിയാം. ബാബച്ചൻ പറഞ്ഞു, ഒരു കാര്യങ്ങളിൽ ഈ കാലം അറിയാലോ, അങ്ങനെയൊന്നും സംഭവിച്ചാൽ നമ്മൾ 3 അകത്താ. ആ ഒരു ചിന്ത ഉണ്ടാവണം എന്ന് പറയാണ്. സാർ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ലെന്ന് അവന്മാര് പറയാം. പിന്നീട് ബാബച്ചൻ നേരെ മഹേശ്വരനെ വിളിക്കുകയാണ്. മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. മഹേശൻ പറഞ്ഞു, ഓരോരുത്തർ ഒരു ഫോൾട്ട് ഉണ്ടാവില്ലെന്ന് പറയണം. ഒന്നുമില്ല സാർ, എല്ലാം ഓക്കെയാന്ന് പറയണം. എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ട് അറിയാലോ, ആരും പുറത്തറിയാൻ പാടില്ല. എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങുന്ന കേസാ. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും രണ്ടാമതൊന്നും ആലോചിച്ചിട്ടും കൂടെ വേണം. ഒരിടത്തൊരു ഫോൾട്ടായി അവൾ രക്ഷപ്പെടുക എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അകത്താന്ന് പറയണം. സാർ എന്തിനാ ടെൻഷൻ അടിക്കണേ? സാറ് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് വാവച്ചം കോള് കട്ട് ചെയ്യണം. പിന്നീട് ലക്ഷ്മിയമ്മ വീട്ടിലേക്ക് വരുവാണ്. രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു, അല്ല ഇന്ന് മഹേശ്വരനെ കണ്ടില്ല, പുറത്തേക്കൊന്നും കണ്ടില്ല എന്ന് പറയണം. ഈ സമയത്ത് പവിത്ര പറഞ്ഞു, ഞാൻ മുറി പോയി നോക്കിയായിരുന്നു. വല്യച്ഛൻ എന്തോ ടെൻഷനില്ല, രാവിലെ തൊട്ട് ഫോൺ കോളാ, ഒന്നും ബർത്ത്ഡേ വിഷ് ചെയ്യാന്നോർത്ത് ചെന്ന, പക്ഷെ ആളെ കിട്ടിയില്ല എന്ന് പറയണം. ഈ സമയം മോഹിനി പറഞ്ഞു, അല്ല രാവിലെ എഴുന്നേറ്റ് വരുന്നതാണല്ലോ, രാവിലെ എഴുന്നേറ്റ് പിറന്നാൾ ദിനത്തിൽ കുളിച്ച് നല്ല അടിപൊളി വേഷമൊക്കെ ധരിച്ച് ഒരു പ്രൗഢിയോട് കൂടെ വന്ന് നിൽക്കും. ഇന്നത് കണ്ടില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്തേലും തിരക്കായിട്ട് അതായിരിക്കും എന്ന് പറയാണ്.
ഈ സമയത്ത് പവിത്ര പറഞ്ഞു, ഒരു പക്ഷേ ഈ വല്യച്ഛൻ ഈ ചെമ്പമ്മേടി പോയിന് വന്നതിന് ശേഷമുള്ള ഇങ്ങനെ ടെൻഷനൊക്കെ കാണും, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണം. മോഹിനി പറഞ്ഞു, ഇനിയിപ്പോൾ കണക്കിലും കാര്യത്തിലും ഒക്കെ വല്ല തിരിമറിയും നടത്തിയിട്ടുണ്ടോ ഏട്ടത്തി, അതാണോന്ന് ചോദിക്കണം. ലക്ഷ്മി പറഞ്ഞേ, അങ്ങനെയൊന്നും എൻ്റെ മഹിയേട്ടൻ ചെയ്യത്തില്ല എന്ന് പറയണം. മഹിയേട്ടൻ അങ്ങനെയുള്ള ആളും അല്ലെന്ന് പറയണം. അല്ല, ഇന്ന് പിറന്നാളായിട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. അപ്പം അല്ല, നന്ദമോൾ എന്തിയെ? നന്ദമോള് അവള് രാവിലെ ഉടുത്തൊരുങ്ങി പോയെന്ന് പറയണം. അവൾക്ക് അതിന് ഇതിൻ്റെ അവളുടെ ആവശ്യമുണ്ടോ? പിറന്നാളായി വന്നാലായി പോയാലായി, അവളെ ഇന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പവിത്ര പറഞ്ഞു, എൻ്റെ ജഗന്നാഥാച്ചൻ്റെ പിറന്നാൾ വരട്ടെ, ഞാൻ എങ്ങനെയാ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. ഈ സമയത്ത് ലക്ഷ്മിയൻ പറഞ്ഞു, ഒരു പക്ഷേ മഹേശ്വരൻ്റെ ടെൻഷൻ കാണുമായിരിക്കും, അർജുമോനില്ലാത്ത ആദ്യത്തെ പിറന്നാളല്ലേ, അതുകൊണ്ട് പോരാത്തിന് അരുന്ധതി ഏട്ടത്തി ഇല്ലോ എന്ന് പറയണം. ഇവിടെ ഗൗതമിന് പിന്നെ ഗൗതമിന്റെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ. ഗൗതമനാണെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറന്നാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ആഘോഷിച്ചു, അവനും വലിയ താല്പര്യമില്ല. പക്ഷെ അർജുമോനായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ ഓർത്തുള്ള വിഷമം കാണുമായിരിക്കും എന്ന് പറയാം. ശരി, ഞാൻ അങ്ങോട്ട് മുറിയിലേക്ക് ചെല്ലട്ടെ, ചെന്ന് മഹിയേട്ടനെ ഒന്ന് ഒരിക്കൽ എടുത്തോണ്ട് വരട്ടെ, ഈ പ്രസാദമൊക്കെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നേ. പിങ്കി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മോഹിനി ചോദിച്ചു, അല്ല പിങ്കി മോളെ, ചെമ്പമ്മേട്ടിൽ അത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് ചോദിക്കണം. അതെന്താ ചെറിയമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, അവിടുത്തെ കണക്കിൽ വലിയ തിരിമറികളും അത്ര വലിയ തിരിമറികളാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞ് പിങ്കി പറഞ്ഞു, തിരിമറികളൊക്കെ ഉണ്ട്, പക്ഷേ അതല്ല, അതിനേക്കാളും വലിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാം. എന്ത് പ്രശ്നം? ചെമ്പമ്മേളിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. വല്യച്ഛന് മുഖം കണ്ടാൽ അറിയാം വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. അതെന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയാം. അപ്പം മോഹിനി പറഞ്ഞു, ശരിയാണ്, വേറെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ടെന്ന് മോഹിനിയും പറയാണ്. ഈ സമയത്ത് കാർ സ്റ്റാർട്ട് ചെയ്ത് ഗുണ്ടകൾ വിഷപാതകത്തേക്ക് കയറ്റുവാണ്. നന്ദയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. നന്ദയ്ക്ക് ശ്വാസം മുട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദ കണ്ണു തുറങ്ങും, കൈയും കാലും എല്ലാം ബന്ധിച്ചു വെച്ചേക്കുക. മുറിക്കകത്ത് ഇറച്ചും പുക ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. നന്ദയാണ് അവിടെ കിടന്ന് വെപ്രാളപ്പെടുക, ശ്വാസം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവന്മാരെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളുടെ കാര്യത്തിനൊരു തീരുമാനമാവും. കാരണം അതേ സമയമൊന്നും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അവന്മാർക്ക് മനസ്സിലായി. ഈ സമയത്ത് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് ചെല്ലുവാണ്. ലക്ഷ്മിയമ്മ മുറിയിൽ ചെല്ലുമ്പോൾ മഹേശൻ എങ്ങനെ ഇരിക്കുന്നുണ്ടോ? ഇതെന്താ മഹിയേട്ട എങ്ങനെ ഇരിക്കുന്നേ? എന്താ എങ്ങനെ ഇരിക്കുന്നേ? എന്തേലും വല്ല വയ്യായിക ഉണ്ടോന്ന് ചോദിക്കും. ലക്ഷ്മി, നിനക്കറിയാലോ, ഏട്ടത്തി ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് എൻ്റെ. ഏട്ടത്തി ഇല്ലാതെ ഞാൻ ഇന്നൊരു പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടോ? അതിൻ്റെതായ സങ്കടം എനിക്കുണ്ടെന്ന് പറയണം. ഇനിയിപ്പോൾ അതൊന്നും ഓർത്തുകൊണ്ടിരിക്കണ്ട. മഹിയേട്ടൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ, വന്നൊന്നും ചേഞ്ച് ആക്കിയേ, ഇങ്ങനെ ഈ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കില്ലേ എന്ന് പറയണം. അങ്ങനെ മഹേശനെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് വരുവാണ്. ഹാളിലേക്ക് വരുന്ന സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്നപ്പോഴത്തേന് ചോദിച്ചു, അല്ല മോൻ ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കണം. അപ്പം ഗൗതം അർജുൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അർജുനെ മിലിറ്ററി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൗതമിനെ. ആ ആവശ്യത്തിന് വേണ്ടി ഗൗതം പോയേക്കുമായിരുന്നു. അങ്ങനെ ഗൗതം ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഗൗതം ഞാൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് പോകുന്നമ്മേന്ന് പറയാണ്. അല്ല, പെട്ടെന്ന് തന്നെ മഹേശൻ ചോദിച്ചു, അർജുനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗൗതം പറഞ്ഞു, ആ കിട്ടി, വിവരങ്ങൾ കിട്ടി, പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞ് ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ബാക്കി 4 പേരുണ്ടായിരുന്നു. ഇവര് 3 പേരെയും കിട്ടി, പക്ഷെ ഇവനെ മാത്രം കിട്ടാത്ത. ഇവന് ഓടി രക്ഷപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞ്, പക്ഷെ 3 പേരെയും കിട്ടിയത് ജീവനോടെ അല്ല, അവരെല്ലാം മരണപ്പെട്ടായിരുന്നു പറയണം. പിങ്കിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് ഗൗതം പറയുന്നത്. ഇതെല്ലാം കേട്ട് ലക്ഷ്മിയമ്മ നെഞ്ചിത്തെറി നിലവിളിക്കും, ദൈവമേ, അർജുമോൻ എങ്ങോട്ട് പോയാവോ, അവൻ ജീവനോടെ ഉണ്ടോ? ഈ സമയം ഗൗതം പറഞ്ഞു, ജീവനോടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് അവൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, പലയിടത്തും വെച്ച് അർജുനെ കണ്ടവരുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ട് അവന് മിലിറ്ററി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പറയണം. ലക്ഷ്മിയും പറഞ്ഞു, റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയണം. ഗൗതം പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ല, രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യണം, പക്ഷെ അവൻ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാതെ? എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. മഹേശൻ പറഞ്ഞു, ശരിയാണല്ലോ, അവൻ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടില്ല, അവൻ എന്തിനാ ഇങ്ങനെ മറിഞ്ഞു കിടക്കണേന്ന്. ഗൗതം പറഞ്ഞു, അതെന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് മറിഞ്ഞു കിടക്കുന്നത്, പക്ഷെ ഇങ്ങനെ മറിഞ്ഞു കിടന്നിട്ട് കാര്യമില്ല എന്ന് പറയണം. ലക്ഷ്മിയും വെച്ച്, അതെന്താ? അമ്മ ഉദ്ദേശിക്കുന്നതല്ല കാര്യങ്ങൾ. മിലിറ്ററിയിലാകുമ്പോൾ അതിൻ്റെതായ ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, അവർക്ക് അവരുടേതായ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലും എന്താണെങ്കിലും മിലിറ്ററിയിൽ അവർ റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് പറയണം. ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മയ്ക്ക് വീണ്ടും സങ്കടമായിപ്പോയി. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. പിന്നെ അവസാനം ഗൗതം പറഞ്ഞു, അവരെ അന്വേഷിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അർജുനെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എനിക്കാന്ന് പറയണം. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ച്, ആരെങ്കിലും അല്ല, ഇനി അർജുൻ ഇങ്ങോട്ട് വിളിക്കുകയോ ആരെങ്കിലും സംസാരിക്കുകയോ ആ വിവരം എന്നോട് അപ്പം തന്നെ പറയണം കേട്ടോ. അർജുനെ കണ്ടെത്തേണ്ടത് ഇപ്പം എൻ്റെയും കൂടെ ഒരു ആവശ്യമാണെന്ന് പറയണം. എന്നിട്ട് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും മോഹിനിയെ കണ്ടേ. അല്ല, നന്ദ എന്തെന്ന് ചോദിക്കുകയാണ്.
ഈ ചോദ്യം കണ്ട മോഹിനി നന്ദയോ അവളുടെ കാര്യം ഒന്നും പറയാതിരിക്കാന്നല്ല, അവൾ രാവിലെ ഒരുങ്ങിക്കെട്ടിപ്പോയി. ഇവിടെ അവളുടെ അമ്മായിച്ചന്റെ പിറന്നാളാ, അന്നെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ആ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു പറയണം. അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും വളം വെച്ച് കൊടുക്കാൻ നീ ഒറ്റ ഒരുത്തനല്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു, മോനെ നീ മടുത്തു വന്നതല്ലേ, നീ അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി റെസ്റ്റ് എടുക്കാൻ പറയണം. ഗൗതം പറഞ്ഞാൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ, നമ്മൾ നന്ദനെ വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയണം. പിങ്കി പറഞ്ഞു, അവളുടെ ഫോൺ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഈ ഇടയായിട്ട് അങ്ങനെയാ, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലല്ലേ തോന്നി പോലെ നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആരെയും വിളിച്ച് ശല്യപ്പെടുത്തില്ലെന്ന് പിങ്കി ചോദിക്കണം. ഗൗതം പറഞ്ഞേ അനാവശ്യം പറയരുത് കിട്ടോ പിങ്കി എന്ന് പറയണം. ഓ അവള് കാണിക്കുന്നതിന് കുഴപ്പമില്ല, ഇപ്പം ഞാൻ പറയുന്നതിന് കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് കയറിപ്പോയി അകത്തേക്ക്. പിന്നീട് കാണിക്കുന്ന നന്ദ ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ കിടന്ന് പെടയുമായിരുന്നു. ഒരു വീട്ടിൽ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ആ വായ്ക്കിൽ ഒട്ടിച്ച് ചെയ്യാൻ സെല്ലോ ടേപ്പ്, ആ ടേപ്പെല്ലാം വലിച്ചു പറിക്കുകയാണ് ഇങ്ങോട്ട്. ശ്വാസം ഒന്ന് എടുത്ത് വലിക്കുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. കയ്യെല്ലാം കെട്ടഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്യുക, കടിച്ചൂരാനൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്താ മുറുക്കി കെട്ടുവെച്ചേക്കുന്നുണ്ട്, ഒന്നും അഴിക്കാനും പറ്റുന്നില്ല. ഗുണ്ടുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ ഇന്ത്യവരത്തിലാണെങ്കിൽ കേക്കൊക്കെ വന്നു. കേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പവിത്ര ഓടി വന്നിട്ട് പറഞ്ഞു, പിങ്കിയോട് പറഞ്ഞു, എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിങ്കി ചേച്ചി, ഇത് ഒരെണ്ണം മൊത്തം ആളും ഞാൻ കഴിക്കുമെന്ന് പറയണേ. അപ്പം പിങ്കി പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ കേക്ക് വരുത്തേണ്ട വരുമോ എന്ന് ചോദിക്കുവാണേ. ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണേ. മോഹിനി ഇങ്ങോട്ട് ചോദിച്ചു, അല്ല നന്ദമാട് അതിലിട്ട് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എവിടെ വരാന്, അവളെങ്ങും വന്നിട്ടില്ല എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ പിങ്കി ചേച്ചി എന്ന് ചോദിക്കുകയാണ് പവിത്ര. എന്തിന്? അല്ല ഇനിയിപ്പം ബസ്സെങ്ങാനും കിട്ടാതെ അവിടെ എങ്ങാനും വന്ന് നിൽക്കുന്നുണ്ടെങ്കിലോ? ഫോൺ ഓഫ് ആണെന്നല്ലേ പറഞ്ഞു. അവള് ബസ് കിട്ടാതെ വന്ന് നിൽക്കുന്ന മുതല് കൊള്ളാം. ബസ്സില്ലെങ്കിൽ അവള് ഹെലികോപ്റ്റർ വിളിച്ച് പെരപ്പുറത്ത് വന്ന് ഇറങ്ങുന്നവളാ. അവളാണ് ഇനി ബസ് കിട്ടാതെ നിൽക്കുന്നത്. എൻ്റെ പവിത്രയെ നീ ഇങ്ങനത്തെ തമാശകളൊന്നും പറയില്ലെന്ന് പറയാണ്. ഈ സമയം മോഹിനി പറഞ്ഞു, മനഃപൂർവ്വം നന്ദ വരാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വല്യച്ഛൻ്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം അവൾ ഈ കേക്ക് കട്ടിയിൽ നിന്ന് ഒഴിവായിക്കുന്ന. ഇനിയിപ്പം നമ്മളിത് പറഞ്ഞ് കേൾക്കണ്ട, ഇതെങ്ങാനും കേട്ടോണ്ട് ആ ലക്ഷ്മി അടുത്ത് എങ്ങാനും വന്നാൽ അത് മതി എന്ന് പറയണം. അപ്പം ലക്ഷ്മിയമ്മ എങ്ങ് വന്നിട്ട് എന്താ എന്തുപേരും കൂടെ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ല നന്ദേനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെയായിട്ട് അവൾ വന്നില്ലല്ലോ എന്ന് പറയാണ്. പിന്നീട് കേക്കെല്ലാം എടുത്തു വെച്ചിട്ട് എല്ലാവരും കൂടെ നിൽക്കുവാണ് കേക്ക് കെട്ടിയാനായിട്ട്. നന്ദ മാത്രമില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, നന്ദ വന്നില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്താൽ പോരെന്ന് ചോദിക്കുകയാണ്. മോഹിനി പറഞ്ഞു, ഇനി പാതിരാത്രി വരെ ഇരിക്കാനാണോ ഇത്ര സമയം, ഇതുവരെ അവൾക്ക് വരാനുള്ള സമയമായില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നന്ദ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുക. നന്ദേന്റെ ഒരു വീട്ടിൽ കയ്യേലെ കെട്ടിങ്ങനെ കടിച്ചു പഴിച്ചേക്ക് അഴിച്ചു കഴിഞ്ഞിട്ട് മുറി മൊത്തം പോകാൻ തന്നിരിക്കുക. ശ്വാസം കിട്ടാൻ നന്ദ കിടന്ന് പെടയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഡോർ ലോക്ക് ചെയ്തിട്ടേക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നന്ദ നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളാ. ഇനിയിപ്പോൾ നന്ദ രക്ഷപ്പെടുവോ, ഗൗതം വന്ന് രക്ഷിക്കോ, അതോ മിഥുനാണ് രക്ഷിക്കാൻ പറ്റുന്ന അറിയില്ല. ഉറപ്പായിട്ട് നന്ദ അവിടെ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മഹേശന്റെ ചാകര, മഹേശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതിന്റെ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നത്. ആ വിശേഷം കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.